ആരാടാ പോയത്? അവൻ ആരാണെന്ന്? അത് ഒരു ഡ്രൈവറാണ്. അവന് നീ ആയിട്ട് എന്താ ഏർപ്പാട്? ഒന്നുമില്ല. ഒന്നുമില്ലേ? എന്താടാ കാര്യം? സത്യം പറ. രാജ, ഇതുവരെ ആരോടും പറയാത്തൊരു കാര്യം ഞങ്ങളോട് പറയുകയാണ്. ഒരു കാരണവശാലും രാജയോട് പറയരുത്. ഇല്ല. എന്താ കാര്യം? ഇന്ന് പോസ്റ്റ്മോർട്ടത്തിന് സൂയിസൈഡ് ചെയ്തൊരു ബോഡി ഹോസ്പിറ്റലിൽ വന്നില്ലേ? ആ കുട്ടിയുടെ പേര് ഡയാന എന്നാണ്. നമ്മുടെ കൂടെ ഫസ്റ്റ് ഇയറിന് പഠിച്ചിരുന്ന കുട്ടിയാണ്. ഞാനുമായി അല്പം അടുപ്പത്തിലായിരുന്നു. വെറും 15 ദിവസത്തെ ബന്ധം മാത്രം. പതിനഞ്ചാമത്തെ ദിവസം അവളെ കാണാൻ വേണ്ടി ഞാൻ വീട്ടിൽ ചെന്നപ്പോ ആ നിമിഷം ഞാൻ അവളുമായുള്ള ബന്ധം അവസാനിച്ചു. ഞാൻ പറയുന്നത് നീയെങ്കിലും വിശ്വസിക്കണം. ആ ഡ്രൈവർ അവളുടെ കസിൻ ബ്രദറാണ്. ആ സമയത്ത് ഇതിന്റെ കത്തും ഫോട്ടോയുമായി വന്ന് പലപ്പോഴും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. കാശും വാങ്ങിച്ചിട്ടുണ്ട്. ഇതായിപ്പോ അവളുടെ ആത്മഹത്യ കാരണക്കാരൻ ഞാനാണെന്ന് പറഞ്ഞ് അവൾ ഇൻസ്പെക്ടർക്ക് എഴുതിയ കത്തുമായി വന്ന് എന്നെ ഭീഷണിപ്പെടുത്തുകയാണ്. 2 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ കൊല്ലുമെന്ന് പറയുന്നു. ഓഹോ, കൊല്ലുമെന്ന് പറഞ്ഞു. ശരി, ഇനി വരുമ്പോ അവനെ എന്റെ അടുത്തേക്ക് പറഞ്ഞേച്ചേക്ക്. ഞാൻ അവനെ കൈകാര്യം ചെയ്തോളാം. നീ ഇത് ഇത്രയും കാലം എന്നോട് പറയാറുന്നുണ്ട്. ഞാൻ എടാ, നീ എന്റെ ആരാ? എന്റെ പെങ്ങളുടെ ഭർത്താവാണ് നീ. വാ, stupid. മതി, ഈ ഒരൊറ്റ സംഭവം മതി നമുക്ക് കേസ് ജയിക്കാൻ. ചേട്ടാ, ആ ഡ്രൈവറെ അറിയുമോ? അറിയാം. അയാളുടെ അഡ്രസ്? അഡ്രസ് അറിയില്ല. അത് സാരമില്ല, നമുക്ക് കണ്ടുപിടിക്കാം. ആ ഡെഡ് ബോഡിയുടെ ഡീറ്റെയിൽസ് ഹോസ്പിറ്റലിൽ കാണില്ലേ? ആ, കാണും. മതി, ഞാൻ ഏറ്റു. ഹലോ. ഹലോ, ഗോപാലനാ? ഞാൻ മിസ്സസ് രാജശേഖരനാ. പിന്നെ കഴിഞ്ഞ മാർച്ച് 23-ാം തീയതി ഡയാന എന്നൊരു പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു. അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് വേണം പ്ലീസ്. ഒന്ന് വേഗം. 1 മിനിറ്റ് ഹോൾഡ് ചെയ്യണേ. ഡയാന നമ്പർ 20 ഗോത്താരി റോഡ് ബാംഗ്ലൂർ. ഫോൺ 34324. ഓക്കെ, താങ്ക് യു. ഹലോ, അതെ, ഇത് എറണാകുളത്തുനിന്നാ സംസാരിക്കുന്നേ. അവിടെ ഡയാന എന്നൊരു പെൺകുട്ടി താമസിച്ചിരുന്നോ? എറണാകുളത്ത് വെച്ച് ആത്മഹത്യ ചെയ്ത കുട്ടിയല്ലേ? ആ, അവരുടെ കസിൻ ബ്രദറിന്റെ അഡ്രസ് ഒന്ന് വേണം. മിസ്റ്റർ ഡൊമിനിക് ആണോ? അതെ. ഡൊമിനിക്കിന്റെ അഡ്രസ് അറിയില്ല. പുള്ളിക്കാരിവിടെ വരാറുണ്ടായിരുന്നു. ഇനി വരുമ്പോ കോൺടാക്ട് ഞാൻ പറയാം. നമ്മുടെ നമ്പർ എത്ര? 369483. ഓക്കെ, താങ്ക് യു. മറക്കരുത്, അർജന്റാണ്. എന്റെ പ്രാർത്ഥന കേൾക്കണേ. May I begin, Your Honor? Yes.
The learned prosecutor has presented before this honorable court the deceased Dr. Unnikrishan as Sri Buddha. എന്റെ മാന്യ സുഹൃത്ത് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ കാർ ആക്സിഡന്റിൽ മരിച്ചുപോയ ഡോക്ടർ ഉണ്ണികൃഷ്ണനെ സദ്ഗുണ സമ്പന്നനും ദീനദയാലുവും നിഷ്കളങ്കതയുടെ മൂർത്തീകരണവുമായിട്ടാണ് ഇവിടെ ചിത്രീകരിച്ചതും അതുവഴി കോടതിയുടെ സിമ്പതി പിടിച്ചുപറ്റാൻ ഒരു വിഫല ശ്രമം നടത്തി പരാജയപ്പെട്ടതും. എന്നാൽ ഈ സന്ദർഭത്തിൽ കാരുണ്യത്തിന്റെ കടലൻ എന്റെ സുഹൃത്ത് വിശേഷിപ്പിച്ച ഈ ഡോക്ടർ ഉണ്ണികൃഷ്ണന്റെ ജീവത്സമായ യഥാർത്ഥ മുഖം ബഹുമാനപ്പെട്ട കോടതിയുടെ മുൻപാകെ അവതരിപ്പിക്കേണ്ടത് എന്റെ കടമയാണെന്ന് എന്റെ നീതിബോധം എന്നെ ഉണർത്തുന്നു. ഇവരാണ് വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അരങ്ങേറിയ ഒരു പ്രേമനാടകം ഗർഭിണിയായ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ആത്മഹത്യയിൽ കലാശിച്ച ദുരന്ത കഥയാണ് ഇന്ന് എനിക്കിവിടെ പറയാനുള്ളത്. ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഡയാന എന്നൊരു പെൺകുട്ടിക്ക് അനാവശ്യമായ ആശയം മോഹവും നൽകി അവളുടെ ചാരിത്രം കവർന്നെടുത്ത ശേഷം ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ തെരുവീതിയിലേക്ക് വലിച്ചെറിഞ്ഞ കാരുണ്യത്തിന്റെ കടലാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ MBBS MS. സ്വന്തം ഭാര്യ കോടതിയിൽ നിന്ന് കരയുന്നത് കണ്ടാൽ സിമ്പതി കിട്ടുമെന്ന തെറ്റിദ്ധാരണയിൽ ബഹുമാനപ്പെട്ട സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ നന്നായി കരഞ്ഞു നോക്കി. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. കുടുംബ ബന്ധങ്ങളുടെ സത്യത്തെ വളച്ചൊടിക്കാൻ ഞാൻ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. അതിന്റെ ആവശ്യം എനിക്കില്ല. പ്ലീസ് ഡോണ്ട് ഇന്റർഫിയർ രാജി. തീർന്നില്ല. കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതി ജനറൽ ഹോസ്പിറ്റലിൽ തൂങ്ങി മരിച്ച ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി വന്നു പോസ്റ്റ്മോർട്ടത്തിനായി. ദ ഡെഡ് ബോഡി ഓഫ് ദ വെരി സെയിം ഡയാന. അന്നത്തെ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ നിയുക്തനായിരുന്നു ഡോക്ടർ ഉണ്ണികൃഷ്ണൻ. തന്റെ നേരെ തുറച്ചു നോക്കുന്ന ഡയാനയുടെ വിളറി വെളുത്ത ഡെഡ് ബോഡിയുടെ മുഖം കണ്ട് ഞെട്ടി വിറച്ച് പുറകോട്ട് മാറി നിന്നത് ആ പെൺകുട്ടിയുടെ ജീവിതത്തോട് ചെയ്ത കടുത്ത വഞ്ചനയുടെ തെളിവാണ്. അതുകൊണ്ടാണ് അന്നത്തെ പോസ്റ്റ്മോർട്ടം എന്റെ കക്ഷി ഡോക്ടർ രാജൻ തനിച്ച് ചെയ്യാനിട വന്നത്. തെളിവില്ലാത്ത കുറെ കാര്യങ്ങൾ ശബ്ദമുയർത്തി പറഞ്ഞുകൊണ്ട് കോടതിയിൽ വിലപ്പോവില്ല. യു ഹാവ് നോ എവിഡൻസ് അറ്റ് ഓൾ. നോ, ഐ ഹാവ് ഗോട്ട് എവിഡൻസ്. ഡോക്ടർ രാജൻ മാത്രമാണ് പോസ്റ്റ്മോർട്ടം ചെയ്തു എന്നുള്ള തെളിവാണ് ഈ പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ്. വിതൗട്ട് ഇന്ററപ്ഷൻ യുവർ ഓണർ, കഴിഞ്ഞ ഡിസംബർ 18-ാം തീയതി ഏതോ ഒരു പിഴച്ച പെണ്ണിന്റെ ഡെഡ് ബോഡി വന്നെന്നോ അത് ഡോക്ടർ ഉണ്ണികൃഷ്ണൻ അറ്റൻഡ് ചെയ്തില്ലെന്നോ എന്റെ മാന്യ സുഹൃത്ത് പറഞ്ഞല്ലോ. എന്നാൽ അത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാതെ വന്നത് എന്റെ സുഹൃത്ത് കൊട്ടിക്കൊഴിച്ചോ പോലെ മാനസികാസ്വാസ്ഥ്യം കൊണ്ടല്ലെന്നും മറിച്ച് എന്റെ കക്ഷിക്ക് ശാരീരിക സുഖം ഇല്ലാതിരുന്നതിനാലാണെന്നും തെളിയിക്കുന്ന ബിൽ, അതായത് അതേ ദിവസം ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ചൈന മെഡിക്കൽസിൽ നിന്ന് മരുന്ന് വാങ്ങിയ ബില്ലാണിത്. ഈ ഒരു ബില്ല് മതി അദ്ദേഹം പോസ്റ്റ്മോർട്ടം അറ്റൻഡ് ചെയ്യാറുന്നത് മറ്റൊരു കാരണത്താലല്ലെന്ന് തെളിയിക്കാൻ. Now, I am going to present another notorious character. That is driver Dominic. ആത്മഹത്യ ചെയ്ത ഡയാനയുടെ ബന്ധത്തിലുള്ള സഹോദരൻ. ഡയാന മരിച്ച ദിവസം ഡ്രൈവർ ഡൊമിനിക് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ സമീപിച്ചതും തന്റെ ബന്ധുവിനെ ചതിച്ചതിന് പ്രതികാരം ചെയ്യുന്ന ഭീഷണിപ്പെടുത്തിയതും നേരിൽ കണ്ട ആളാണ് ഡോക്ടർ രാജൻ. ഐ ഒബ്ജക്റ്റ് യുവർ ഓണർ. നിയമത്തിന്റെ ചരിത്രത്തിൽ സംഭവിക്കാത്തൊരു മഹാത്ഭുതം പ്രതിഭാം വക്കീലിന്റെ സാങ്കല്പിക കഥയ്ക്ക് പ്രതി തന്നെ സാക്ഷി. എ ഫാന്റാസ്റ്റിക് പ്രപ്പോസൽ യുവർ ഓണർ. ഡോക്ടർ ഉണ്ണികൃഷ്ണനും ഡയാനയും തമ്മിൽ ഉണ്ടായിരുന്നു എന്ന് ആരോപിക്കുന്ന പ്രേമബന്ധം അടിസ്ഥാനരഹിതമാണെന്ന് തെളിയിക്കാൻ എനിക്ക് നിഷ്പ്രയാസം കഴിയും. കാരണം ഞാനും ഡോക്ടർ ഉണ്ണികൃഷ്ണൻ തമ്മിലുള്ള വിവാഹം ഒരു പ്രേമബന്ധത്തിന്റെ സാക്ഷാത്കാരമാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം എനിക്ക് എഴുതിയിട്ടുള്ള അനേകം കത്തുകൾ, ഐ മീൻ ലവ് ലെറ്റേഴ്സ്, ഞാൻ ഇന്നും ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഐ എം പ്രിപ്പയർഡ് ടു പ്രൊഡ്യൂസ് ഇറ്റ്. ഡ്രൈവർ ഡൊമിനിക്കിനെ നിഷേധിക്കാൻ സാധിക്കുമോ? ഓഫ് കോഴ്സ്. അതും ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ഓൺലി ആൻ ഇമാജിനറി ക്യാരക്ടർ. നോ, ഹി ഈസ് എ ലിവിംഗ് ക്യാരക്ടർ. ഡ്രൈവർ ഡൊമിനിക് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ വധിക്കുമെന്ന് ഒരു ഭീഷണിപ്പെടുത്തിയ ആൾക്ക് എന്തുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ ലോറി ആക്സിഡന്റ് തന്നെ ഉണ്ടാക്കിക്കൂടാ? ഇറ്റ്സ് ഇംപോസിബിൾ. ഒരു സാങ്കല്പിക കഥാപാത്രത്തെ സൃഷ്ടിച്ച് അതുമൂലം സ്വന്തം കക്ഷിയുടെ കുറ്റത്തെ മറയ്ക്കാൻ ശ്രമിക്കുകയാണ് എന്റെ മാന്യ സുഹൃത്ത്. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ ഡയാനയെ വഞ്ചിച്ചു. ഡ്രൈവർ ഡൊമിനിക് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ കൊല ചെയ്തു. മഹത്തായ കണ്ടുപിടുത്തം. എ മാർവലസ് ഡിസ്കവറി. യുവർ ഓണർ, കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് കടന്നിരിക്കുന്ന ഈ അവസരത്തിൽ പ്രോസിക്യൂഷൻ കേസ്, അതായത് പ്രതി ഡോക്ടർ രാജൻ തന്നെയാണ് ഡോക്ടർ ഉണ്ണികൃഷ്ണനെ വധിക്കാൻ കളമൊരുക്കിയതെന്ന കാര്യം സംശയലേശമെന്നെ തെളിയിക്കാൻ ഉതകുന്ന ശക്തനായ ഒരു സാക്ഷിയെ, ആ സംഭവം നേരിൽ കണ്ട ദൃക്സാക്ഷിയെ, ആൻ ഐ വിറ്റ്നസ് ടു ദ ഇൻസിഡന്റ്, ഈ കോടതി മുൻപാകെ വിസ്തരിക്കുവാൻ ദയവായി എനിക്ക് അനുവാദം തരണം. Is your eyewitness present today? Yes, he is present. Call the witness.
ഗോപി, നീ കാലത്ത് തുടങ്ങിയത് ബാത്റൂം ക്ലീൻ ചെയ്തോ? ഞാൻ കുളിച്ചിട്ട് വരുന്നതിനെ എല്ലാം വൃത്തിയായിരിക്കണം.